ഫാത്തിമയിൽ 3 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സംഭവം നമുക്ക് അറിയാവുന്നതാണ്. ഈ 3 കുട്ടികൾക്ക് മുൻപിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് ദൈവിക ദൂത് നൽകുന്നുണ്ട്. പരിശുദ്ധ അമ്മ ആദ്യമായിട്ടാണോ ദൈവിക ദൂത് നൽകുക? സുവിശേഷത്തിൽ നമ്മൾ തിരയുമ്പോൾ ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് താൻ ഗർഭിണിയായി ഈശോയ്ക്ക് ജന്മം നൽകുമെന്ന ദൂത് ലഭിച്ചതിന് ശേഷം തിടുക്കത്തിൽ മറ്റൊരു വ്യക്തിയെ കാണുവാനായിട്ട് പുറപ്പെടുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണാറുണ്ട്. മറ്റാരെയുമല്ല, എലിസബത്തിനെ തേടിയാണ് പരിശുദ്ധ അമ്മ പോവുക. ദൈവിക സന്തോഷത്തിൻ്റെ സുവിശേഷം എലിസബത്തിനെ പരിശുദ്ധ അമ്മ അറിയിക്കുന്നുണ്ട്. അതിനുശേഷവും ഒത്തിരിയേറെ വ്യക്തികളുടെ അടുത്ത് ദൈവിക ദൂത് അറിയിക്കുന്ന അമ്മയെ നമ്മൾ കാണാറുണ്ട്. ഇന്നും ലോകത്തിൽ പല അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും പരിശുദ്ധ അമ്മ ഈ ദൈവിക സന്ദേശം നൽകുന്നുണ്ട്. പരിശുദ്ധ അമ്മ നൽകുന്ന ദൈവിക സന്ദേശം ഒന്ന് തന്നെയാണ്. അത് കാനായിൽ വെച്ച് അമ്മ പറഞ്ഞിട്ടുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. നമ്മളോടും പരിശുദ്ധ അമ്മ പറയുന്നത് ഒരു കാര്യം തന്നെ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറയുന്നത് പോലെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം അനുഗ്രഹിക്കട്ടെ.